അല്ല ഏട്ടനെ, ഈ ചെറുക്കന്റെ അച്ഛന് പെണ്ണിന്റെ അച്ഛനോടൊന്നും സംസാരിക്കാനൊന്നുമില്ലേ? ഞാൻ പിന്നെ സംസാരിച്ചോളാം. ഏട്ടാ, ഞാൻ ഇന്ന് അപ്പുറത്തേക്ക് ചെല്ലട്ടെ. കഴിക്ക്. ആ, നീയൊന്നും കഴിക്കുന്നില്ലല്ലോ, കഴിക്ക്. ഞാൻ കഴിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. കഴിഞ്ഞതൊക്കെ എന്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചതാണെന്ന് കരുതിയാ മതി. ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തില് ഓരോ ദോഷസമയങ്ങൾ ഉണ്ടാവുമെന്നല്ലേ? ആ സമയത്താവും എനിക്ക് തുളസിമോളെ വേദനിപ്പിക്കാൻ തോന്നിയത്. ഏയ്, അങ്ങനെയൊന്നും പറയണ്ട. ആ, പ്രിയരിക്ക്, ഞാൻ ചായ എടുക്കാം. വേണ്ട ദുർഗച്ചി, ഒന്നും കഴിച്ചില്ലല്ലോ വന്നിട്ട്. സാരമില്ല, നീ ഇരിക്ക്. ഇവിടെ ഇപ്പൊ ആരുമില്ല. നമ്മൾ പെണ്ണിന്റെ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ. ഇരിക്ക്. പ്രസേന്തു പറഞ്ഞു. കല്യാണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രസാദേട്ടന് കല്യാണം നടത്താൻ തിടുക്കമായി കാണും അല്ലേ പ്രിയ? അതെ, തിടുക്കമായി. എന്നാ പിന്നെ എന്തിനാ വെച്ച് വൈകിക്കുന്നത്? അതെ, എന്ന് വേണമെങ്കിലും ആദ്യം തുളസിയായിട്ടുള്ള വിവാഹം നമുക്ക് നടത്താവുന്നല്ലേ ഉള്ളൂ. അതെ, നമുക്ക് പോവാം. പോവാനോ? എത്ര കാലത്തിന് ശേഷം ഇവിടെ വരുന്നത്? ഇന്നിനി ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. പ്രസ വരട്ടെ, കണ്ടിട്ട് പോവാം. പ്രസാദേട്ടൻ ജേട്ടനെ പിന്നെ കണ്ടോളാന്നാ പറഞ്ഞേ. അതെയോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? തിരക്കുണ്ടായിരിക്കും. എന്ത് തിരക്കായാലും ഞാനിന്ന് മാമനെ കണ്ടിട്ട് വരാം. മാമ വീട്ടിലേക്ക് വരും, വെറുതെ പോയി ശല്യം ചെയ്യണ്ട. ശല്യോ? പ്രസാദേട്ടന് തുളസി ഒരിക്കലും ഒരു ശല്യം ആവില്ല. പ്രസ എന്തൊക്കെയോ ടെൻഷനിലാണെന്നല്ലേ പറഞ്ഞത്. നമുക്ക് പോയിട്ട് നാളെ വരാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ദുർഗേച്ചി. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. തെറ്റ് ഞാൻ നിങ്ങളോടല്ലേ ചെയ്തത്. ഈ ക്ഷമാപണം ഞാനാ നടത്തേണ്ടത്. അതിന്റെ ഒന്നും ആവശ്യമില്ല ദുർഗേച്ചി. എന്തായാലും എല്ലാം സന്തോഷത്തോടെ അവസാനിച്ചല്ലോ. അതിന് ദൈവത്തോട് നന്ദി പറയാം. പോയിട്ട് വാ മോളെ. ഇനി മുതൽ ഇവളല്ല, ഞാനാ നിന്റെ അമ്മ. ചെല്ല്. ദുർഗേച്ചി നമ്മുടെ കൂടെ നിന്നല്ലോ. ദുർഗേച്ചിക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാനും
ദുർഗേച്ചി നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് കരുതിയാവും പ്രസ കുറച്ചൊക്കെ ഒഴിഞ്ഞു നിന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടാവില്ല. ആയിരിക്കാം. നീ വെറുതെ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ഇനി ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം അത് മാത്രം ചിന്തിച്ചാ മതി. അതെ, ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം അത് മാത്രമേ മനസ്സിലുള്ളൂ. എത്ര പെട്ടെന്നാ എല്ലാം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരുന്ന ദുർഗേച്ചിയാ ഇപ്പൊ ഈ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. മഹാഭാഗ്യം. നമ്മുടെ മക്കള് ഭാഗ്യമുള്ളവരാ അല്ലേ ചേട്ടാ? തീർച്ചയായും. നാളെ നേരത്തെ എഴുന്നേക്കണം. കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം. രാവിലെ തന്നെ അത് ഏട്ടന് കൊണ്ട് കൊടുക്കണം. എന്നാ പിന്നെ വേഗം കിടക്കാൻ നോക്ക്. നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ. എന്താടി പിന്നെ ഇതൊക്കെ എന്താ ഏട്ടാ? ഇത് കുറച്ച് പലഹാരങ്ങളാണ്. എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചേ? അത് ശരി, എന്നും എനിക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്നതല്ലേ നിന്റെ സന്തോഷം എന്ന് കരുതി വല്ലപ്പോഴും നിനക്കിഷ്ടപ്പെട്ടത് ഞാനും കൂടെ കൊണ്ടുതരണ്ടേ? നാരങ്ങ മുട്ടായി ഉണ്ടോ? അയ്യോ, ഞാനത് മറന്നുപോയി. ലഡു ഉണ്ട്. പിന്നെ ലഡു അടുത്ത തവണ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുതരാം കേട്ടോ. സോറി. ആ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ കാര്യമായിട്ട് നടത്തി തന്നല്ലോ. അത് തന്നെ ധാരാളം. അതെന്താ? നമ്മുടെ മക്കള് തമ്മിലുള്ള വിവാഹം അത് കഴിയുന്നതിനൊപ്പം മരിച്ചു പോകുന്നായിരുന്നു എന്റെ ഒരു തടസ്സവും കൂടാതെ അവരുടെ വിവാഹം നടന്നില്ലേ? ഇപ്പോഴെന്റെ മനസ്സൊന്ന് ഫ്രീ ആയത്. അല്ല, അവര് വീട്ടിൽ തന്നെ ഇല്ലേ? കറങ്ങാൻ പോയിരിക്കുക. അതെയോ? ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാ ഏതാണ്ടൊക്കെ സംഭവിക്കുന്നു പറഞ്ഞ ജോത്സ്യർ ബ്രഹ്മശ്രീ രാജവർമ്മയ്ക്ക് തെറ്റി. എന്താ അദ്ദേഹം പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. കുറച്ച് കുടിക്കാൻ വെള്ളം തരൂ. അയ്യോ, ഞാനത് മറന്നുപോയേട്ടാ. ഇപ്പൊ കൊണ്ടുവരാം. ഏട്ടനിരിക്കേ. പ്രിയ, പ്രിയ, പിന്നെ എന്താ പ്രിയ മോളെ? എന്താ നിനക്ക്? മോളെ, നീ എങ്ങനെയെങ്കിലും എഴുന്നേക്ക്. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. വാ, എഴുന്നേക്ക്. നിനക്കൊന്നുമില്ല. ഏട്ടനല്ലേ പറയുന്നത്. എഴുന്നേക്ക് മോളെ. മോളെ, നിനക്കൊന്നും സംഭവിക്കില്ല. ഏട്ടനല്ലേ പറയുന്നത്. എഴുന്നേക്ക് നീ. പ്രിയ, എഴുന്നേക്ക്. നല്ലതുപോലെ നോക്ക്. നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ നീ എഴുന്നേറ്റ്. ഏട്ടനല്ലേ പറയുന്നത്. പ്രിയ, ഇനി പറ എടി, ഉണ്ണിയപ്പം കൊണ്ടുകൊടുത്തപ്പോഴേ നിന്റെ മാമൻ എന്തു പറഞ്ഞു? അയ്യോ, ആദ്യം ഞാനൊന്ന് കഴിച്ചോട്ടെ. പ്രസയുടെ ഇന്നലത്തെ മൂഡ് ഓഫ് ഒക്കെ മാറിക്കാണുമല്ലേ? അതൊക്കെ നമുക്ക് തോന്നിയതാച്ചാ. മാമൻ അങ്ങനെ മൂഡ് ഓഫ് ഒന്നുമില്ല. ഏട്ടൻ ഉണ്ണിയപ്പം കഴിച്ചോ? ഇത് വലിയ ശല്യമായല്ലോ.
കഴിച്ചു. മുഴുവൻ ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു. അടിപൊളിയാണെന്നും പറഞ്ഞു. അനിയത്തിയുടെ കൈപുണ്യം ഭാനോളം പുകഴ്ത്തി. അത് കൊണ്ടുപോയി കൊടുത്ത സന്തോഷത്തില് എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്നു. എന്തൊരു എരിവായി കറിക്ക. എന്റെ കണ്ണീന്ന് വെള്ളം വന്നുപോയി. അയ്യോ, എരിവ് കുറവാണല്ലോ. മുളക് കടിച്ചു കാണും. ആ കുടിക്കുമോളെ. മുഴുവൻ കഴിക്കും മോളെ. വെള്ളം കുടിപ്പിച്ച് വയറ് നിറച്ചില്ലേ, ഇനി എങ്ങനെ കഴിക്കാനാ? വയറ് നിറഞ്ഞു. ഛേ, അവളൊന്നും കഴിച്ചില്ലല്ലോ. അവള് കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളും. പ്രസയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായില്ലേ നിനക്ക്? പിന്നെ ഞാനാകെ പേടിച്ചു പോയിരുന്നു. ഇപ്പൊ പേടി അങ്ങ് പോയി. ഓ, ഇപ്പൊ മനസ്സിന് എന്തൊരാശ്വാസം. നീ ഒന്നും കഴിച്ചില്ലല്ലോ, നീ കഴിക്കും. ഹലോ, നീ ഇവിടെ വന്നിരുന്നോ? ആ വന്നിരുന്നു. അല്ല, എന്നിട്ടെന്താ എന്നെ കാണാതെ പോയത്? അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്ത് തിരക്കിലാണെങ്കിലും എന്നെ കാണാതെ പോവില്ലല്ലോ. ഞാനിവിടെ വന്ന കാര്യം നിന്നോട് ആരാ പറഞ്ഞേ? മാമനാണോ? അല്ല, അമ്മ പറഞ്ഞു. ഓ, ആ, നിനക്ക് എന്താ പറ്റിയത്? എന്തു പറ്റാൻ? ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. ഉണ്ണിയപ്പോ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഓ, അതാണോ? ഇവിടം വരെ വന്നിട്ടേ എന്നെ കാണാതെ പോയതിന് ഞാൻ പകരം വീട്ടു. നീ അപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങുന്നെങ്കിൽ എന്താ, എന്നെ വിളിച്ചാ പോരായിരുന്നു? നമുക്ക് പാർക്കിൽ വെച്ച് കാണാം. അപ്പോ ഇപ്പൊ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്? അങ്ങനെ അല്ലടാ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെന്താ ഇത്രയും കാലം ഇല്ലാത്തൊരു സീരിയസ് മാറ്റർ? നീ ഇന്ന് മാമനെ കണ്ടോ? ഇതുവരെ കണ്ടില്ല. എന്താ കാണണോ? അച്ഛൻ നിന്നോട് കല്യാണത്തിന്റെ മാറ്റർ എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. ആ, അച്ഛൻ എന്തോ തിരക്കിലാണ്, അതുകൊണ്ടാ. എന്തായാലും എനിക്ക് നിന്നെ കാണണം. എപ്പോഴാ കാണേണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ റെഡി. ശരി ശരി. അത് നീ ആരെയോ കൊള്ളിച്ച് പറഞ്ഞാണല്ലോ? അതെ, കൊള്ളിച്ച് തന്നെ പറഞ്ഞതാ. എന്റെ സ്വഭാവത്തിന് എന്ത് മാറ്റാ നീ കണ്ടത്? നിന്റെ സ്വഭാവത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ മാമൻ എന്ന് വിളിക്കുന്ന ഒരാളില്ലേ? നീ മാമൻ എന്ന് വിളിക്കുന്ന ആളെന്ന് പറയുമ്പോ നിന്റെ അച്ഛൻ തന്നെ. എന്റെ അച്ഛനെ വിളിച്ചാണ്ടല്ലോ. അയാൾക്ക് എന്താ പറ്റിയത്? അയാളോ? എന്താ തുളസി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നോട് ഇത്രയും മോശമായിട്ട് പെരുമാറാൻ മാത്രം ഞാൻ എന്ത് തെറ്റാടാ നിന്റെ അച്ഛനടുത്ത് ചെയ്തേ? അച്ഛൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയെന്നോ? ഏയ്, ഒരിക്കലുമില്ല. ഇന്ന് രാവിലെ ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടും ഞാൻ എന്തുകൊണ്ട് നിന്നെ കാണാൻ വന്നില്ല എന്ന് നീ ചോദിച്ചില്ലേ? അതിനുള്ള ശിക്ഷയെ ഞാൻ വേറെ തരുന്നുണ്ട്. അതെ, അതൊരു ശിക്ഷ തന്നെ ആയിപ്പോയി. ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്ന തുളസി? അച്ഛന്റെ അമ്മയുടെ മുമ്പിലേ നീ ഇപ്പൊ പഴയ തുളസിയല്ല, മകന്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണാണ്. അതും എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ പഴയ തുളസി അല്ല അവരുടെ മുമ്പില്. നിന്റെ അമ്മ എന്നോട് ഡീസന്റ് ആയിട്ട് പെരുമാറുന്നു. അച്ഛൻ നേരെ തിരിച്ചു. അച്ഛൻ പ്രസാദങ്ങൾ ഇപ്പൊ ഒന്നും പറയാറില്ല. ആദ്യേട്ടന്റെ തുളസിയുടെ മാരേജിന് ഇതുവരെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ദുർഗയെ ഞാൻ വിളിക്കാറില്ല. ദേവമംഗലത്തേക്ക് വരാനും മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പ്രസാദങ്ങളുടെ എല്ലാവരോടും ദേഷ്യോ. കല്യാണത്തിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനും അവിടെ നടക്കുന്നില്ല. എന്ന് വെച്ചാ ദുർഗയുടെ മനസ്സിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിരിക്കണം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട മാമസേ. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതാ. നീ തൽക്കാലം അവിടെ തന്നെ നിക്ക്. ഇനി അവിടെ നിന്നിട്ട് എന്തിനാ വെറുതെ?
കുറച്ചു ദിവസം കഴിഞ്ഞാ അവര് തുളസിയുടെ ആദ്യേട്ടന്റെയും കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യും. അവരുടെ കല്യാണവും നടക്കും. അതുവരെ അവിടെ നിന്ന് നാണം കിടന്ന എന്തിനാ മാമൂസേ? ഞാൻ എവിടെ നിന്നോട്ടെ മാമൂസിന്റെ കൂടെ? ഇല്ലെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോയിക്കോളാം. നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയതും ദേവമംഗലത്തേക്ക് പറഞ്ഞു വിട്ടതും അമേരിക്കയിലേക്ക് ഒളിച്ചോടാൻ വേണ്ടിയല്ല. നിന്റെ കഴുത്തിൽ ആദിത്യൻ താലി കെട്ടുന്നത് കാണാൻ വേണ്ടിയാ. നടക്കില്ല മാമൂസേ. ഒരിക്കലും ചതിക്കില്ല എന്ന് കരുതിയ ദുർഗാന്റെ വരെ നമ്മളെ ചതിച്ചു. ഇനി ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്നെ? ദുർഗയുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ അവക്ക് മാത്രമേ അറിയൂ. അതെന്താണെന്ന് അറിയുന്നത് വരെ കാത്തിരിക്കാം. കാത്തിരുന്നല്ലേ പറ്റൂ. അനിഷ്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ചിലപ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നുവെച്ചാൽ കുടുംബകലഹം, പ്രിയപ്പെട്ടവർ തമ്മിലുള്ള അകൽച്ച, ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവർ തമ്മിൽ അകൽച്ച എന്ന് പറയുമ്പോ പ്രസാദേട്ടനും പ്രിയയും തമ്മില് ഏതാണ്ട് അകന്നു കഴിഞ്ഞു. പ്രസാദേട്ടൻ പ്രിയയുടെയും തുളസിയുടെയും മുഖത്ത് പോലും നോക്കാറില്ല. ആദിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അവൻ അച്ഛനെ അനുസരിക്കുന്നുണ്ടോ? ഉണ്ട്. സൂക്ഷിക്കണം. ആദിയുടെ സമയം ഇപ്പോൾ വളരെ മോശമാണ്. പതിവില്ലാത്ത പലതും ആദിയിൽ നിന്നും പ്രതീക്ഷിക്കാം. പതിവില്ലാത്തതെന്ന് പറയുമ്പോ തിരുമേനി എന്താ അർത്ഥമാക്കുന്നത്? അവനെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കുക. നാട് വിടാൻ വരെ യോഗം കാണുന്നുണ്ട്. ആദിയുടെ മനസ്സ് വല്ലാതെ ഒലഞ്ഞിട്ടുണ്ട്. അത് കൊടുങ്കാറ്റായി മാറാതെ നോക്കേണ്ടത് കനകദുർഗയാണ്. അതിന് പ്രതിവിധിയില്ലേ? വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക. ആഴ്ചയിലൊരിക്കൽ ഹോമം നിർബന്ധം. കുറെയൊക്കെ ഒഴിവായി കിട്ടും. അവന്റെ ദോഷസമയം എപ്പോ കഴിയും? പെട്ടെന്ന് തന്നെ അവന്റെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. വിവാഹത്തോടെ എല്ലാ ദോഷവും അകന്നു മാറും. ചെയ്യാൻ തിരുമേനി. പ്രസാദ് ഇപ്പോൾ തുളസിയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അതെ. അവളോ? തുളസിയോ? അതെ. അവള് പ്രസാദേട്ടന്റെ പിണക്കത്തിന്റെ കാരണം അന്വേഷിച്ച് നടക്കുക. മരുമകളോടുള്ള സ്നേഹം മൂത്ത് പ്രസാദ് ജാതകം കൊണ്ട് മറ്റേതെങ്കിലും ജ്യോതിഷ പണ്ഡിതന്മാരെ സമീപിച്ചാൽ? ഒരിക്കലും ഇല്ല. അങ്ങനെ വന്നാൽ നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെടും. ഞാൻ ഇന്നോളം ഉണ്ടാക്കിയ എല്ലാ കീർത്തിയും ബഹുമാനവും തകർന്ന തരിപ്പണമാവും. തിരുമേനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. തിരുമേനി പറഞ്ഞതിനപ്പുറം പ്രസാദേട്ടൻ പോവില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് പ്രസാദേട്ടന് തിരുമേനിയെ. അവന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ജ്യോതിഷ പണ്ഡിതൻ ബ്രഹ്മശ്രീ രാജവർമ്മയെ പ്രസാദേട്ടൻ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് തിരുമേനിക്ക് അറിയാഞ്ഞിട്ടാണ്. അക്കാര്യം എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവചനം നടത്താൻ തിരുമേനിയോട് ആവശ്യപ്പെട്ടത്. ആ വിശ്വാസത്തിൽ നിന്ന് പ്രസാദ് വ്യതിചലിക്കാതിരിക്കട്ടെ. തുളസിമോളുടെ അമ്മ മറ്റാരെങ്കിലും ആയിരുന്ന മതിയെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. തുളസിയുടെ അമ്മ പ്രിയല്ലേ പ്രസാദേട്ട? അതെങ്ങനെ മറ്റൊരാളാവും? മറ്റാരും ആവില്ല എന്നറിയാം. ഞാനൊരു കാര്യം ചോദിച്ചാ പ്രസാദേട്ടൻ സത്യം പറയൂ? അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആദിയും തുളസിയും അകലണമെന്ന് തന്നെയല്ലേ പ്രസാദേട്ടൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്? ഉത്തരവും ഞാൻ തന്നെ പറയാം. അതെ. കാരണം പ്രസാദേട്ടന് വലുത്
അനിയത്തിയുടെ ജീവൻ തന്നെയാണ്. അത്രമാത്രം പ്രസാദേട്ടൻ അനിയത്തിയെ സ്നേഹിക്കുന്നു. ആദ്യം ഞാൻ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാ. അതുകൊണ്ട് എനിക്ക് എളുപ്പം മനസ്സിലാവും ആ സ്നേഹത്തിന്റെ ആഴം. പ്രസാദേട്ടൻ വിഷമിക്കണ്ട. എനിക്ക് വലുത് എന്റെ ആദിമോന്റെ ഇഷ്ടവും അവന്റെ ജീവിതവും തന്നെയാ. അവൻ ഇഷ്ടപ്പെട്ട തുളസിയെ വിവാഹം കഴിച്ച് കാണാനാ എനിക്ക് തിടുക്കം. പ്രിയ എന്നെ സംബന്ധിച്ച് എന്റെ ഭർത്താവിന്റെ അനിയത്തി മാത്രം. പക്ഷെ പ്രസാദേട്ടന് പ്രിയ വെറൊരു അനിയത്തി മാത്രമല്ലല്ലോ. എന്താണ് പ്രസയുടെ പ്രശ്നം? ഇങ്ങനെ ഒന്നും സംസാരിക്കാതിരുന്നാൽ ബാക്കിയുള്ളവർ എങ്ങനെയാ കാര്യങ്ങൾ അറിയുന്നത്? എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് എല്ലാവരോടും വിളിച്ചുപോയി നടക്കാനൊന്നും പറ്റില്ല. ഡ്യൂട്ടിയിലെ ടെൻഷനാണോ? പലതുണ്ടാവും പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ തുളസി മോളോടും പ്രിയയോടും പ്രസയ്ക്കിപ്പോ ഒരകൽച്ച പോലെയാണ്. അത് ചിലപ്പോ അവരുടെ തോന്നലാവും. അല്ല, പ്രസയുടെ സ്നേഹം അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നലാവാം. എന്തെങ്കിലും നിസ്സാര കാര്യം മതിയല്ലോ അവർക്ക് രണ്ടുപേർക്കും. അവർക്ക് ഈ ഡ്യൂട്ടിയും അതിന്റെ ടെൻഷനും ഉത്തരവാദിത്വമൊന്നും അറിയില്ല പ്രസ. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. രണ്ടുപേർക്കും എന്നോടുള്ളതിനേക്കാൾ സ്നേഹം പ്രസയോടാണ്. അതുകൊണ്ടാണ് പ്രസയുടെ ഈ മൗനവ്രതം അവരെ സങ്കടത്തിലാക്കുന്നത്. ഞാൻ ഡ്യൂട്ടിയിലാണ്. കുടുംബവിശേഷങ്ങൾ പറയാനും പരാതി തീർക്കാനുള്ള ഇടം അല്ല ഇതെന്ന് അറിയാലോ. സോറി. പ്രസയെ ഇപ്പൊ ഒന്നിനും കിട്ടുന്നില്ല. ആദ്യം തുളസിയുമായുള്ള ജാതകപ്പൊരുത്തം നോക്കിയെന്നല്ലാതെ വിവാഹം എന്ന് എവിടെ വെച്ച് എപ്പോ എന്നൊക്കെ. ഫസ്റ്റ് ഡ്യൂട്ടി, കല്യാണം താലികെട്ടലൊക്കെ പിന്നെ. സോറി സർ. ഞാൻ മറ്റൊന്നും പറയാനില്ലെങ്കിൽ ജയശീലിന് പോവാം. സർ, തുളസിമോൾ ആകെ ടെൻഷനില്ല. എന്താണ് പ്രസയ്ക്ക് പറ്റിയെന്നറിയാൻ ഞാൻ പോയി കണ്ടിരുന്നു. മോള് പറഞ്ഞത് ശരിയാ. പ്രസ ആകെ മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ജയേട്ടന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ ചോദിച്ചു. കനപ്പിച്ചൊരു നോട്ടം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞപ്പോഴൊന്നും ജയേട്ടൻ വിശ്വസിച്ചില്ലായിരുന്നല്ലോ. അന്ന് തുളസിയുടെയും അതിയുടെയും ജാതകം നോക്കിക്കഴിഞ്ഞതോടെ പ്രസാദേട്ടന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യാത്ര പറയാൻ വേണ്ടി ഞാൻ ഏട്ടന്റെ മുറി ചെന്നപ്പോഴും ഒരു പരിചയമില്ലാത്തവരോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറിയത്. നിന്നോടും തുളസി മോളോടുമാണ് പ്രസയ്ക്ക് ദേഷ്യം. ഒരു കാര്യം ഉറപ്പാണ്, ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ ആദ്യം ഡ്യൂട്ടി എന്ന് പറഞ്ഞ് എന്നോട് ഷൗട്ട് ചെയ്യുകയുണ്ടായത്. പ്രസാദേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. ആരെ ഏട്ടൻ പേടിക്കുന്നതെന്ന് അറിയണം. പ്രസയുടെ മനസ്സിലിപ്പോ നീയോ ഞാനോ നമ്മുടെ തുളസിമോളോ ഒന്നുമില്ല. വൈകിട്ട് എനിക്കിന്ന് കുടുംബക്ഷേത്രത്തിൽ പോണം. അവിടെ ചെന്ന് കുറച്ചു സമയം പരദേവതയ്ക്ക് മുന്നിൽ ഭജന ഇരുന്ന് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും. നല്ല കാര്യം. ദൈവത്തോടല്ലാതെ പ്രസയുടെ കാര്യം നമുക്ക് മറ്റാരോടെങ്കിലും ചോദിക്കാനോ പറയാനോ ഇല്ല. കുടുംബദേവത എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാതിരിക്കില്ല. മാമന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോ നമ്മുടെ വിവാഹത്തിന് ഒരിക്കലും മാമൻ സമ്മതിക്കില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അച്ഛൻ എന്തായിരിക്കും പറ്റിയത്? എന്ത് ചോദിച്ചാലും ദേഷ്യം. നിന്റെ അച്ഛനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നീ എപ്പോഴും പറയാറുള്ളതല്ലേ? നിന്റെ അച്ഛനോട് വിശദമായിട്ട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ ചോദിക്കാൻ നോക്കിയതാ, പക്ഷേ എന്താടാ? എന്റെ ആ പഴയ ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഇപ്പൊ എന്റെ അച്ഛൻ. ഒരു കുറ്റമൂലയോട് ചോദിക്കുന്ന ഭാവത്തിലുള്ള നോട്ടവും പെരുമാറ്റവും ഒക്കെയാ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കൊന്നും ചോദിക്കാനുള്ള ധൈര്യം വരുന്നില്ല. എന്തായാലും മാമന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും മാമൻ ഇങ്ങനെ പെരുമാറില്ല. അമ്മയുടെ സമ്മതം വാങ്ങിക്കാനായിരിക്കും ഏറ്റവും വിഷമമെന്നാ വിചാരിച്ചത്. ഇപ്പോ അച്ഛനാ നമുക്കെതിരെ. നമ്മളിനി എന്ത് ചെയ്യോ? ആദി, എനിക്കറിയില്ല തുളസി.
എന്താണെങ്കിലും മാമൻ എന്താ പറ്റിയെന്നറിയണം. നമ്മൾ എന്ത് തെറ്റാണ് മാമനോട് ചെയ്തതെന്നറിയണം. എന്നിട്ട് മതി ഇനി ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെ. തുളസി, നമ്മൾ ആഗ്രഹിച്ചതിനും സ്വപ്നം കണ്ടതിനൊക്കെ ഒരു വിലയില്ലേ? നമ്മൾ ആഗ്രഹിച്ചതല്ലല്ലോ, നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിച്ചതല്ലേ. എന്നിട്ടിപ്പോ അവര് തന്നെ നമ്മളെ അകറ്റാൻ നോക്കുന്നു. എന്റെ അച്ഛനെ മാത്രം കുറ്റപ്പെടുത്തിയാ മതി. മറ്റുള്ളവരെന്തിനാ ആ കൂട്ടത്തിൽ പെടുത്തുന്നേ? എന്തുകൊണ്ട് പ്രസാദ് മാമൻ നമ്മളെ മനസ്സിലാക്കുന്നില്ല? ഇത്രയും കാലം നമ്മളെ വിഡ്ഢികളാക്കിയത് എന്തിനാ? ഇതെല്ലാം എനിക്കറിയണം. അച്ഛന്റെ പെട്ടെന്നുള്ള ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതി ഓക്കെ. ഇത് ആരുടെ വീടാ? നിന്റെ വീട് തന്നെ. എനിക്ക് വീടില്ല, എനിക്ക് ആരുമില്ല. ഞാൻ എവിടേക്കും ഇല്ല എന്ന് പറഞ്ഞ പറ്റില്ല. നീ വീട്ടിൽ കയറ്. അവിടെ പോയിട്ട് ആരെ കാണാനാ? അച്ഛനും അമ്മയും നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അച്ഛനോ? എനിക്ക് അങ്ങനെ ഒരാളില്ല. അങ്ങനെയൊന്നും പറയരുത്. പറയും, അങ്ങനെ ഞാൻ പറയും. അച്ഛൻ എന്ന വാക്കിനെ കടമ എന്ന അർത്ഥം, മീൻസ് റെസ്പോൺസിബിലിറ്റി. അമ്മ എന്ന വാക്കിന് സ്നേഹം എന്ന അർത്ഥം, മീൻസ് ലവ്. അങ്ങനെ അല്ലാത്ത രണ്ടുപേരെ എനിക്കുള്ളത്. അവരുടെ വീട്ടിലേക്ക് ഞാനില്ല. ഞാൻ ഇവിടെ കിടന്നോളാം. ഇതാ എന്റെ വീട്. ആദി, അങ്കിൾ നിങ്ങളാ എന്റെ അച്ഛൻ. സത്യമായിട്ടും നിങ്ങളാ എന്റെ അച്ഛൻ. അങ്കിൾ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാ. തുളസി, നീ വണ്ടിയിരിക്കെ. ഇവനെ ഞാൻ കൊണ്ടുവിട്ടിട്ട് ഞാനിവിടെ വരാച്ചാ. വെറുതെ വേണ്ടെന്നേ. മാമനും ദുർഗാമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞാ അവരെന്ത് പറയാനാ? അവര് കാരണല്ലേ ആദ്യം ഈ അവസ്ഥയിലായത്. ഏയ്, അങ്ങനൊന്നും പറയരുത്. നീ കാറിയിരിക്കെ, ഞാൻ ആദ്യം ആക്കിയിട്ട് വരാം. ഗുഡ് നൈറ്റ്. ആരുടെ കൂടെയാ കഴിച്ചതെന്നറിയില്ല. അവന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ. എഴുന്നേക്കാൻ. നിക്ക്. എഴുന്നേക്കാൻ. എനിക്കറിയണം എന്താ ദുർഗേച്ചി? എന്തിനാ എന്റെ മകനെ കൊണ്ടുപോയി കുടിപ്പിച്ചത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല. അവന്റെ ഒരു ഫ്രണ്ട്. എന്റെ മോനെ കൊണ്ടുപോയി കുടിപ്പിച്ച് ഈ വിധത്തിലാക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? ദുർഗേച്ചി, നിങ്ങളുടെ മകൾക്ക് ആദ്യം കിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ടാണോ? അത് തന്നെയാവും ആന്റി. ദുർഗേച്ചി, നമ്മുടെ ആദ്യയെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അല്ലാതെ ദുർഗേച്ചി കരുന്ന പോലെ. കരുതുന്നതല്ല, ഞാനത് ചെയ്യും. എനിക്കറിയാം. ഇവനെ കുടിപ്പിച്ച ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുക. അവസാനം ആർക്കും ഒന്നിനും കൊള്ളാത്തവനെ പോലെ എന്റെ മകനെ മാറ്റിയെടുക്കുക. ഇതല്ലേ തന്റെ ലക്ഷ്യം അല്ലേ? നല്ല വീട്ടിൽ നിന്ന് തന്നെയാ മകന് പെണ്ണന്വേഷിച്ചിരിക്കുന്നത്. ഇപ്പോഴേ ഇതാ സ്ഥിതിയെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്റെ ആദ്യ മോനെ കൊണ്ടുപോയി കുടിപ്പിച്ച് കൊല്ലുമല്ലോ ഇയാള്. ഈശ്വര, എന്റെ മോന്റെ കിടപ്പ് കണ്ടില്ലേ? അങ്ങനെയുള്ള വാശികളൊന്നും പാടില്ല. ദുർഗേച്ചിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാൽ അവര് പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. ആദ്യം ഇങ്ങനെ ആക്കിയത് മാമനാണ്. മാമന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എല്ലാത്തിനും കാരണം. അതെ, മോള് പറഞ്ഞതാ ശരി. ഏട്ടന് അവനിങ്ങനെ വീർപ്പ് മൂട്ടിക്കുന്നത് സഹിച്ച് അവന് പറ്റാതായിട്ടുണ്ടാവും. എന്നോട് അച്ഛൻ കാറി എഴുന്നാ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ മാമനോടും ദുർഗാമ്മയോടും എന്താ പറയണ്ടേന്ന് ഞാൻ കാണിച്ചു തരുമായിരുന്നു. അച്ഛന്റെ പാവത്താൻ ഭാവം എല്ലാത്തിനും കാരണം. ഇപ്പോഴെന്തായി? അവര് കുറ്റപ്പെടുത്തിയത് മുഴുവൻ നമ്മളെ സമ്മതിച്ചു കൊടുക്കുന്ന പോലെ ആയില്ലേ? അവര് കുറ്റപ്പെടുത്തിയെന്ന് കരുതി ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ തെറ്റുകാരല്ലോ. ദൈവത്തിന്റെ മുമ്പിലല്ല, നമ്മുടെ സത്യാവസ്ഥ നമ്മള് ആ ദുർഗാമ്മയുടെ മുമ്പിൽ തന്നെ പറയണമായിരുന്നു. മതി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇത് തല പൊട്ടുന്നത് പോലെ. ഇതത്ര കാര്യമാക്കാനൊന്നുമില്ല. കാര്യമാക്കണ്ടേ? ആദ്യയുടെ സ്ഥിതി ആലോചിക്കുമ്പോ എനിക്ക് വയ്യ ചെയ്യട്ട. ഏയ്, ഞാനിതൊന്നും ഇവിടെ ഒന്ന് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിർബന്ധിച്ചതുകൊണ്ട് പറഞ്ഞു പോയതാ. അവനെ വളർത്തിയതിൽ തെറ്റുപറ്റിപ്പോയി. തെറ്റൊന്നും പറ്റിയിട്ടില്ല. ആദിക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. എന്താ മാമന് പറ്റിയത്?
അത് മാത്രം അറിഞ്ഞാ മതി ആദ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറാൻ. ഇനി ഈ ഒളിച്ചുകളിയും അകൽച്ചയും മാമൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആദ്യ ചിലപ്പോ നമുക്ക് കൈവിട്ടു പോവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ചേട്ടാ, നമ്മുടെ മോൻ അവന് നമ്മൾ കൈമാറിയത് തെറ്റായി പോയോ? അവനൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ശരിയാവും. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ചേട്ടാ. പ്രിയ, എന്താ ഇത്? ഇങ്ങോട്ട് നോക്ക്. അതിന് മാത്രം ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? എല്ലാം ശരിയാവും. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ? എന്നെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തില്ല എല്ലാരും ചേർന്ന്. ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തെന്ന? ആ തുളസിയുടെ അവളുടെ അച്ഛന്റെ വാക്ക് കേട്ട് നീ വഴിതെറ്റി നടക്കാൻ തുടങ്ങിയതിന് ഞാൻ വഴി തെറ്റിയിട്ടൊന്നുമില്ല. അഥവാ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അച്ഛനാ. ഞാൻ അതെ, അച്ഛനെ തുളസി എന്ത് ചെയ്തു? എന്ത് ചെയ്ത ദേഷ്യത്തില അച്ഛൻ അവൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? പറ. എന്തിനാ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്? അതിന് മാത്രം എന്ത് തെറ്റാ തുളസി അച്ഛനോട് ചെയ്ത്? ക്രിമിനൽസിനോട് പോലും അച്ഛൻ എങ്ങനെയൊന്നും പെരുമാറാറില്ലല്ലോ. ആദ്യം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അച്ഛനാ. ആദ്യം നശിക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണക്കാരൻ അച്ഛൻ തന്നെയാ. ഒന്ന് മാറ്. രണ്ടു പേരും ചേർന്ന് എന്നെ അങ്ങോട്ട് കൊന്നു. ഇവിടെ തുളസിയോടുള്ള എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അല്ല, ചോദിക്കാൻ മറന്നുപോയി. നിന്റെ കെട്ടിറങ്ങിയോ? ഇറങ്ങിയെങ്കിൽ പറഞ്ഞതാ. ആ വിദ്യ ഇവന്റെ അടുത്ത് കൂടി ഒന്ന് പ്രയോഗിച്ച് നോക്കാലോ. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എന്റെ കെട്ട് അടുത്ത കാലത്തൊന്നും ഇറങ്ങും തോന്നില്ല. അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? മൂക്കറ്റൻ കള്ളം കുടിച്ച് 4 കാലിൽ നടക്കാൻ നീ എന്താ റൗഡിയാ? ആ, ചിലപ്പോ ആയെന്നിരിക്കും. ആഹാ, എന്നാലേ അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നടക്കില്ലെങ്കിൽ വേണ്ട. നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? എന്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ ഞാനാണ് ഇന്നലെ രാത്രി കുടിച്ചു കൂത്താടിയെന്ന്. എല്ലാവരും കൂടി എന്നെ കുടിയനാക്കും. നശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം സ്വയം ഏറ്റെടുത്താ മതി. അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കണ്ട. ഇങ്ങനെ പോയാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എടാ, ഭ്രാന്ത് പിടിക്കണമെങ്കിലും വേണം തലയ്ക്കകത്ത് എന്തെങ്കിലും. അതിന്റെ താളം തെറ്റുന്നവർക്കാ ഭ്രാന്ത് വരുന്നത്. അങ്ങനെ ഒരു സാധനം നിന്റെ തലയ്ക്കകത്ത് ഇല്ലാത്തോണ്ട് നിനക്ക് ഭ്രാന്ത് വരുമെന്ന് നീ പേടിക്കണ്ട. തമാശ പറയാൻ കണ്ട സമയം. ഞാൻ ആകെ ടെൻഷൻ അടിച്ചൊരു വഴിക്കായി. ടെൻഷൻ നീ എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ വെള്ളം അടിക്കണ്ട. മതി ഉപദേശിച്ചതും കോമഡി പറഞ്ഞു നോക്കെ. ഞാൻ കോമാളിയാണല്ലോ എല്ലാവർക്കും. എന്താ മാമ ഇങ്ങനെയൊക്കെ? മാമൻ എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നേ? അതെ, കൊഞ്ചാനും ശൃംഗരിക്കാനുള്ള സ്ഥലമല്ല ഇത്. എനിക്ക് പറയാനുള്ളത് മാമൻ കേട്ടേ പറ്റൂ. ഞാനിതിൽ തിരക്കില്ല. എന്ത് തിരക്കായാലും എനിക്കറിയണം ഞാൻ മാമനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന്. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്ഥലമല്ല ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ വെച്ചല്ലാതെ മാമൻ എനിക്ക് നേരവണ്ണം കിട്ടില്ലല്ലോ. എന്തിനാ മാമ എന്നോട് ഇത്ര ശത്രുത? എന്തിനാ എന്നെ കാണുമ്പോഴേക്കും മുഖം കറുപ്പിക്കുന്നേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്റെ മാമൻ. ആദ്യം ഞാനും വിവാഹം കഴിക്കണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹിച്ചിരുന്നത് മാമനല്ലേ? എന്നിട്ടെന്തോ ഇപ്പൊ ഉഴുത്ത പട്ടിയെ കാണുന്ന പോലെ എന്നെ കാണുന്നേ. ഓഫീസ് സംബന്ധമായ വിഷയങ്ങളല്ലാതെ ഞാൻ ഒന്നും ഇവിടെ സംസാരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഓഫീസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുറത്തു പോണം. നിങ്ങളോ? മാമൻ എന്നെ എന്താ വിളിച്ചത്? നിങ്ങളെന്നോ? മാമന് ഞാൻ അത്രയ്ക്ക് അന്യായി പോയോ? ഈ കണ്ണുനീരിൽ അരിഞ്ഞു പോകുന്നവനല്ല ഞാൻ.
എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? ദേ, ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? മോളെ, മോളെ, ഈശ്വര, എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റിയതാ? എന്താ മോളെ നിനക്ക് പറ്റിയത്? അമ്മയോട് പറ. നീ മാമനെ കണ്ടായിരുന്നോ? ഒരു പരിചയമില്ലാത്ത ഒരാളോട് പെരുമാറുന്ന പോലെയാ മാമൻ എന്നോട് പെരുമാറിയത്. മോള് ദേവമംഗലത്ത് പോയിരുന്നോ? മാമൻ എന്തിനാ നമ്മളോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നറിയാൻ ഞാൻ മാമന്റെ ഓഫീസിൽ പോയതായിരുന്നു. കുറ്റവാളിയോട് പെരുമാറുന്നതിനേക്കാളും മോശമായിട്ടാ അവൻ എന്നോട് പെരുമാറിയത്. എന്റെ മോള് വിഷമിക്കരുത്. മാമന്റെ മനസ്സിൽ നമ്മളെ കുറിച്ച് എന്തോ തെറ്റായ ധാരണയുണ്ടായിട്ടുണ്ട്. അല്ലാതെ മോളോട് മാമൻ അങ്ങനെ ഒന്നും പെരുമാറില്ല. മാമന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ മാമന്റെ ഓഫീസിൽ പോയത്. ആർക്കറിയാം എന്റെ ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന്? ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കേണ്ട സ്ഥലമല്ല ഇതെന്ന് പ്രത്യേകിച്ച് ജയനോട് പറഞ്ഞതിന്റെ കാര്യമുണ്ടോ? പ്രസ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. എനിക്കറിയണം എന്താണ് പ്രസയുടെ ഈ മാറ്റത്തിന്റെ കാരണമെന്ന്. എന്താ എന്നെ ഉപദേശിക്കുകയാണോ അതോ ചോദ്യം ചെയ്യേ? എന്താ നിന്റെ ഉദ്ദേശം? ഈ ഉപദേശം ചോദ്യം ചെയ്യുന്ന എന്റെ അടുത്ത് വേണ്ട. പ്രസയെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരാ? പിന്നെ ഉപദേശം, ഈ കാലം അത്രയും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. മറ്റൊന്നും പറയാനില്ലേ, പുറത്തു പോകണം. ഇത് ഓഫീസ് ടൈമാ. അറിയാം. തുളസിമോള് എന്ത് തെറ്റാണ് പ്രസയോട് ചെയ്തത്? അവളെ ഇവിടുന്ന് ആട്ടി ഇറക്കാൻ മാത്രം എന്താണ് പ്രസയുടെ ജീവിതത്തിൽ ഉണ്ടായത്? എല്ലാരും കൂടെ വന്ന് എന്നെ ചോദ്യം ചെയ്യേ. ആദ്യയുടെ ചോദ്യം ചെയ്യലും വിസ്താരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ തുളസിയുടെ ആവട്ടെ. പിന്നെ നീയും പ്രിയയും എല്ലാരും കൂടെ വന്ന് ചോദ്യം ചെയ്യേ. പ്രതിക്കൂട്ടിൽ നിൽക്കാൻ ഞാൻ എന്താ മതിയോ? പ്രസാദ്, ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. തുളസിമോൾക്ക് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. പ്രസയിൽ നിന്നും അങ്ങനൊരു പ്രതികരണം അവള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എനിക്കിപ്പോ ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റൂ. സഹിക്കാവുന്നവർ സഹിക്കുക, അല്ലാത്തവരെന്നെ ഉപേക്ഷിച്ചേക്ക്. ഈ ഒഴിഞ്ഞുമാറ്റത്തിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആദ്യം തുളസിയുമായുള്ള വിവാഹം നടന്നാൽ പ്രസയ്ക്ക് വല്ലതും സംഭവിക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞോ? അല്ല ആദി, തൃക്കാക്കരപ്പനവിടെ? തൃക്കാക്കരപ്പൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ എവിടെയെന്ന്? റെഡി അച്ഛാ. അങ്ങോട്ട് നോക്കിട്ട് പ്രിയേ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അതെ ചേച്ചി, ഇവിടെ പോയിട്ടോണ്ടിരുന്നാലേ ഉച്ചയാകുമ്പോഴത്തേക്ക് സദ്യ ദുർഗമ്മ അവിടെ ഇരിക്കുക. ഇരുന്നാ ശരിയാവില്ല മോളെ.
അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാനും ആദ്യം എല്ലാവരും ഉണ്ടാവും. അതെ, അമ്മ കൂടി ഇരുന്നാലേ പൂക്കളം പൂക്കളാവും. ആ ആ, അത് ശരി. അപ്പൊ ഞാൻ മോശമാണെന്നാണോ? എടാ, ഈ ഡിസൈൻ ഒക്കെ സെലക്ട് ചെയ്ത് ആരാ? ഞാനല്ലേ? ശരിയാ. ആ, കണ്ടോ പ്രിയെ, ഇപ്പൊ അച്ഛനും മോനും ഒന്നായി. ഞങ്ങൾ ഒന്നാണല്ലോ അല്ലടാ. ഇതിന്റെ നടുവിൽ വെക്കാനുള്ള പൂ വാങ്ങിച്ചില്ലേ മാമ? പൂ വാങ്ങിച്ചില്ലേ? നടുവിൽ എന്തിനാ നീ ഒരു പൂവ് അല്ലേ? അപ്പൊ പൂ നീ എന്നെ കൊണ്ട് നടുക്ക് കയറി ഇരിക്കേ. നീ തന്നെയല്ലേ ഐശ്വര്യം. അയ്യടാ, നല്ലൊരു ദിവസമായിട്ട് ഈ വളിച്ച കോമഡി ഒന്ന് നിർത്ത എന്റെ കൃഷ്ണപ്രസാദേ. അത് ശരിയാ. ഇനി അതിന്റെ പേരിൽ അടിയുണ്ടാക്കണ്ട. പൂവേ, അത് ഞാനിതാ ഇപ്പൊ വയ്ക്കാം. കണ്ടോ, എന്റെ അച്ഛനെ കണ്ടുപഠിക്ക്. ജയശീലൻ ആ തൃക്കൈ കൊണ്ട് പൂ അങ്ങോട്ട് വെക്ക. ആയിക്കോട്ടെ. അത് ശരി. അപ്പൊ ഞാൻ പുറത്തായില്ലേ? അതെങ്ങനെയാണല്ലോ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. കേട്ടോടൂ. അയ്യോ, അതെ, ഇനിയും വൈകിട്ട് സദ്യ റെഡിയായില്ലേന്ന് ചോദിച്ചാ ഒടുക്കം പാർസൽ വാങ്ങേണ്ടി വരും. ശരിയാ. അപ്പൊ ഞങ്ങൾ അടുക്കളയിലോട്ട് പോട്ടെ. പ്രിയൻ, വാ. പായസം മറക്കണ്ട. ഞാനിത് കഴിഞ്ഞിട്ട് വരാം. എടാ, മതി, ഇതൊക്കെ എടുത്തോ. അതൊക്കെ നിന്റെ പണിയാ. അമ്മ എന്തായി ചെയ്യുന്നേ? ഓണമല്ലേ, ഇന്നെങ്കിലും ഞാനൊന്ന് അടുക്കളയിൽ കേറട്ടെ മോളെ. അമ്മ ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നാ മതി. ജോലിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ആ, ഞങ്ങളെത്തി. ഞങ്ങളുണ്ട്. ഞാനിതാ. ആ, ജയം പ്രിയയെ സഹായിക്കുന്നതുകൊണ്ട് കുക്കിങ്ങിന്റെ കാര്യത്തിൽ എക്സ്പേർട്ട് ആയിരിക്കും അല്ലേ? പ്രസാദേട്ടനെ പണ്ടേ അടുക്കള എന്ന് പറഞ്ഞ അലർജിയാ. അതെങ്ങനെ? എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാൻ എന്റെ അമ്മയോ ഈ അനിയത്തിയോ സമ്മതിച്ചിട്ടില്ല. ഇവര് വെച്ചുണ്ടാക്കുന്നത് തിന്ന് ഞാനൊരു മടിയനായി പോയി എന്ന് പറഞ്ഞാൽ മതി. മടിയനായി എന്നല്ല പറയേണ്ടത്, തടിയനായി എന്ന് പറയുന്നതായിരിക്കും ശരി. ചിരിക്കൊന്നും വേണ്ട. അമ്മയാണ്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഇതാ. കുറച്ചുകൂടെ. പരിപ്പെടുക്ക്. ഓക്കേ. അതെ, എന്തായാലും വിളമ്പല് ജോലി നിങ്ങൾ ഏറ്റെടുത്തത് നന്നായി കേട്ടോ. ഈ ഒരു ദിവസമെങ്കിലും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് റെസ്റ്റ് കിട്ടിയല്ലോ അല്ലേ ചേച്ചി? അത് ശരിയാ. അല്ലെങ്കിലും വീട്ടിൽ അച്ഛൻ തന്നെയാ സെർവ് ചെയ്യാറ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അല്ല, ജയ, എന്തെങ്കിലും കുറവുണ്ടോ? പായസം എടുക്കാൻ പറഞ്ഞു. അല്ല, ജയനും കൂടെ വാ. ഇരിക്കെ, ഞാൻ എടുത്തോണ്ട് വരാം. കൊള്ളാല്ലേ? ഉഗ്രൻ. പൈനാപ്പിൾ പച്ചടി. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? വേണോ? അമ്മയ്ക്ക് സാമ്പാർ വേണോ? വേണ്ട. ഒരു ചെറിയ ഫയൽ അകത്തേക്ക് കേട്ടായിരുന്നു. എന്താ? അല്ല, ഞങ്ങൾ ഓഫീസിലൊരു ഫയലിന്റെ കാര്യം. അല്ല, വേറൊന്നുമല്ല, ഒരു ചെറിയ ഫയൽ, അത്രേ ഉള്ളൂ. എന്തോ പറയുന്നേ? ഇത് ഫയലിന്റെ കാര്യമൊന്നും അല്ലമ്മേ.
രണ്ടിനും കെട്ടിച്ചേരാന്ന് പറഞ്ഞല്ലേടാ. പിന്നെ ഈ ആക്രാന്തം ഇല്ല. അയ്യോ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. എന്നൊക്കെ ഉണ്ടോ? ഓക്കെ. പ്രസാദേട്ടാ, എല്ലാ ഓർമ്മകളെയും കുറിച്ചുകൂടാ. അല്ലാതെന്ത് ചെയ്യാൻ? കുടുംബ പരദേവതകളുടെ മുന്നിൽ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ ഏട്ടനോട് പറയാനുണ്ട്. ഏട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വരുവോ ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. ഫോൺ കട്ട് ചെയ്തു അല്ലേ? കുടുംബ പരദൈവങ്ങളെ, പ്രസാദേട്ടന് മുന്നിൽ എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ള മനഃശക്തി തരണേ. ഞാൻ പറയുന്നത് പ്രസാദേട്ടൻ വിശ്വസിക്കാൻ തുണയാവണേ. ദേവി മഹാമായി. ഏട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഏട്ടൻ വാ, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം. നീ കാര്യം പറ. എനിക്ക് സമയമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ. ഞാൻ പറയാൻ പോകുന്ന കഥ കേട്ട് ഏട്ടൻ വിഷമിക്കരുത്. ജീവിതത്തിൽ ഇന്നുവരെ എനിക്കും ജയേട്ടനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അത് ഞാൻ പ്രസാദേട്ടനോട് കൂടി പറയാൻ പോവാ. എന്താണെങ്കിലും നീ വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇത് കേട്ട് കഴിഞ്ഞ് പ്രസാദേട്ടൻ ചിലപ്പോ എന്നെ വെറുക്കും. അതെനിക്ക് പ്രശ്നമല്ല. അല്ലെങ്കിലും ഇപ്പോ എന്റെ ഏട്ടൻ എന്നോട് വെറുപ്പാണല്ലോ. ഒരു പക്ഷേ കേസ് കൊടുത്ത് കോടതി കയറ്റിന്നും വരും. ഏട്ടൻ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ സത്യം പറയാന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനും ജയേട്ടനും ആ വലിയ രഹസ്യത്തിന്റെ ഭാരവും പേറി നടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാം നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി തന്നെയാ ലോകത്തിൽ ഇന്നുവരെ ഒരമ്മയും ചെയ്യാത്ത ആ ക്രൂരത ഞാൻ ചെയ്തത്. എപ്പോഴെങ്കിലും ഞാനത് ഏട്ടനോട് പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മം ചിലപ്പോ
എനിക്കിത് പറയാൻ സാധിച്ചെന്ന് വരില്ല. വെച്ചിട്ട് കാര്യം പറയുന്നുണ്ടോ നീയെ? തുളസിമോളുടെ ആദ്യമോന്റെ കാര്യ. അവരുടെ വിവാഹ കാര്യമാണെങ്കിൽ എനിക്ക് സമ്മതമല്ല. വിവാഹം അതിനേക്കാൾ വലിയ കാര്യം. അതിനേക്കാൾ എന്ത് വലിയ കാര്യം? എന്റെ ആദ്യമോന്റെ കാര്യത്തിൽ എനിക്ക് കുറെ കൂടി ആലോചിക്കാനുണ്ട്. ആലോചിച്ചോളൂ. പക്ഷെ ഇപ്പൊ ഏട്ടൻ പറഞ്ഞില്ലേ എന്റെ ആദ്യമോനെന്ന്? അതെ, ഞാൻ എന്റെ മകന്റെ കാര്യം നോക്കിക്കോളാം. നിന്റെ മകളുടെ കാര്യം നീയും. ഇനി മുതൽ അങ്ങനെ മുന്നോട്ട് പോകാനാ എന്റെ തീരുമാനം.